Hi students, good morning. ഇന്ന് പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. പ്ലസ് ടു ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഒരു സ്പീച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ക്രിസ്റ്റീൻ ലഗാർഡിന്റെ ഒരു പ്രസംഗം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 3 Ls വിമൺ എംപവർമെന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നത്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ഒരു മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വിഷയം. നമുക്ക് തുടങ്ങാം. ആക്ടിവിറ്റി 1 സ്പീച്ച് എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അത്. ക്യാൻ സ്പീച്ചസ് മേക്ക് ആൻ ഇമ്പാക്ട് ഓൺ ദ ഹ്യൂമൻ മൈൻഡ്? ഇതൊരു ആക്ടിവിറ്റിയാണ്. ക്യാൻ സ്പീച്ചസ്, പ്രസംഗങ്ങള് ക്യാൻ സ്പീച്ചസ് മേക്ക് ആൻ ഇമ്പാക്ട്, ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കോ? പ്രസംഗങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കോ ഓൺ ദ ഹ്യൂമൻ മൈൻഡ്? മനുഷ്യ ഹൃദയങ്ങളിലെ പ്രസംഗങ്ങൾക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കുമോ എന്ന് ആണ് ഒരു ആക്ടിവിറ്റിയിലെ ഒരു ക്വസ്റ്റ്യൻ. അത് തീർച്ചയായിട്ടും സാധിക്കും. വൈ ഡു വി മേക്ക് സ്പീച്ചസ്? എന്തിനാണ് നമ്മൾ പ്രസംഗങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്? എന്തിനാണ് ഈ പ്രസംഗങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഹിയർ ആർ ദ എക്സെർപ്റ്റ്സ് ഫ്രം 2 വെരി വെൽ നോൺ പെർസ്യൂസീവ് സ്പീച്ചസ്. ഇവിടെ 2 ആളെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരാളുടെ പ്രസംഗം ഇപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഹിയർ ആർ ദ എക്സെപ്റ്റ്സ്, ഉദ്ധരണികൾ. എക്സെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ധരണികൾ. ഫ്രം 2 വെരി വെൽ, വളരെ നന്നായി അറിയപ്പെടുന്ന, വെരി വെൽ നോൺ പെർസ്യൂസീവ് സ്പീച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രേരക ശക്തി ആകാവുന്ന പ്രസംഗങ്ങൾ. അതായത് നമ്മളെ ആ കണ്ടന്റ്, ആ പ്രസംഗങ്ങളുടെ കണ്ടന്റ് എന്താണോ അതിലേക്ക് നമ്മളെ ഒരു പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ്. അപ്പൊ നമുക്ക് പിന്നെ ഐ ഹാവ് എ ഡ്രീം. എനിക്ക് ഒരു സ്വപ്നം ഉണ്ട്. അതാണ് അതിന്റെ വാക്കർത്ഥം. ഐ ഹാവ് എ ഡ്രീം. ഇത് പറയുന്നത് ആരാണ്? ഈ പ്രസംഗം നടത്തുന്നത് ആരാണ്? മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ്. മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൗത്ത് അമേരിക്കയിലെ അമേരിക്കയുടെ സൗത്ത് സദേൺ സ്റ്റേറ്റിലുള്ള എന്ന് പറഞ്ഞാൽ ജോർജിയ യിലുള്ള ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്ററാണ്. എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനാണ്, ഒരു പള്ളിയിലെ അച്ഛനാണ്. നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒരു പള്ളിയിലെ അച്ഛനാണ്. അദ്ദേഹം കറുത്ത വർഗക്കാരുടെ ആ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി വളരെയധികം സമരങ്ങൾ, എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നയിച്ച പോലെ ഉള്ള നോൺ വയലൻസ് സമരങ്ങൾ നയിച്ച ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ്. നമുക്ക് തുടങ്ങാം. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, ഹു വാസ് അവാർഡഡ് ദ നോബൽ പീസ് പ്രൈസ് ഇൻ 1964. അപ്പൊ മാർട്ടിൻ ലൂതർ കിങ്ങിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പീസ് പ്രൈസ്, സമാധാനത്തിനുള്ള ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഇൻ 1964. കാരണം ഈ പ്രസംഗം നടത്തുന്ന അദ്ദേഹം 1963 had the ability to tailor his speaking style to suit the audience. അദ്ദേഹത്തിന്റെ മാർട്ടിൻ ലൂതർ കിങ് ഹാഡ് ദ എബിലിറ്റി, അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു ടു ടൈലർ ഹിസ് സ്പീക്കിംഗ്, അദ്ദേഹത്തിന്റെ സംസാരത്തെ വകതിരിക്കാൻ, അത് ടൈലർ ചെയ്യാൻ ഹിസ് സ്പീക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ സ്റ്റൈല് ടു സ്യൂട്ട് ദ ഓഡിയൻസിനെ എന്ന് പറഞ്ഞാൽ കേൾവിക്കാരെ അല്ലെങ്കിൽ കാണികളെ അത് അവർക്ക് യോജിച്ച വിധത്തിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രസംഗം കേട്ടാൽ ആ കാണികള് എന്തെങ്കിലുമൊക്കെ
അതിന്റെ അവരുടെ മനസ്സിൽ വേണ്ടത്ര മാറ്റങ്ങൾ, ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അതാണ് ഐ ഹാവ് എ ഡ്രീം എന്ന് തുടങ്ങി ഈസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ മാർട്ടിൻ ലൂതർ കിങ്. ഐ ഹാവ് എ ഡ്രീം എന്നുള്ള സ്പീച്ച് ഈസ് എ സ്പീച്ച്, അതൊരു പ്രസംഗമാണ്, ഡെലിവേർഡ് ബൈ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. മാർട്ടിൻ ലൂതർ കിങ് ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗമാണ് ഓൺ 28 ഓഗസ്റ്റ് 1963, 1963 ഓഗസ്റ്റ് 28 to tens of thousands of black Americans and others who assembled at Washington. വാഷിംഗ്ടണിലെ അസംബിൾഡ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടിയ 10,000-കണക്കിന് കറുത്ത അമേരിക്കൻസ്, കറുത്ത വർഗക്കാര് മറ്റുള്ളവരും ഒരുമിച്ച് കൂടിയ ആ സദസ്സില് അദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസംഗമാണ് ഐ ഹാവ് എ ഡ്രീം എന്നുള്ളത്. ഇത് പ്രസംഗം തുടങ്ങാണ്. 5 score years ago. 5 score years ago. 5 score എന്ന് പറഞ്ഞാൽ, ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ 20 കൊല്ലാണ്, 20ആണ്. ഒരു സ്കോർ എന്ന് പറഞ്ഞാല് 20ആണ്. അപ്പോ 5 score എന്ന് പറഞ്ഞാല് 5 × 20 100 കൊല്ലം, ഇയേഴ്സ്, കൊല്ലം. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് എ ഗ്രേറ്റ് അമേരിക്കൻ, ഒരു വലിയ അമേരിക്കക്കാരൻ, ഇൻ ഹൂസ് സിംബോളിക് ഷേഡോ, അദ്ദേഹത്തിന്റെ ആരുടെ നിഴലിലാണ് വി സ്റ്റാൻഡ്, ഇപ്പോ നമ്മൾ നിൽക്കുന്നത്. ആ വലിയ ഗ്രേറ്റ് അമേരിക്കൻ, ആ വലിയ അമേരിക്കക്കാരൻ അതാരായിരുന്നു? അബ്രഹാം ലിങ്കൺ ആയിരുന്നു. ഗ്രേറ്റ് അമേരിക്കൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അബ്രഹാം ലിങ്കൺ. ഇൻ ഹൂസ് സിംബോളിക് ഷേഡോ, അദ്ദേഹത്തിന്റെ ആ സിംബോളിക്, ആ നിഴലിൽ വി സ്റ്റാൻഡ്, നമ്മള് ഇപ്പൊ നിൽക്കുന്നു. അദ്ദേഹം സൈൻഡ് ദ ഇമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ. പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞാല് പ്രഖ്യാപനം, ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാല് വിമോചനം. അപ്പോ വിമോചിപ്പിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ പ്രഖ്യാപനത്തില് അബ്രഹാം ലിങ്കൺ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? കറുത്തവർഗക്കാർക്ക് സ്വാതന്ത്ര്യം, അവരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രൊക്ലമേഷൻ, ഒരു പ്രഖ്യാപനമായിരുന്നു അത്. അതില് അബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് കാലത്ത്? 100 കൊല്ലങ്ങൾക്ക് മുമ്പ്. 100 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇത് പ്രസംഗിക്കുന്നത് 1963 അപ്പോ 1863 അബ്രഹാം ലിങ്കൺ ഇത് സൈൻ ചെയ്തത്. അതാണ് 100 കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് എന്താ പറയുക? 100 years later, 100 കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് ഇപ്പൊ ഇത് പ്രസംഗിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 1963 the life of the Negro is still sadly crippled by the manacles of segregation and the chains of discrimination. എന്തുണ്ടായി? 100 കൊല്ലങ്ങൾക്ക് ശേഷം ദ ലൈഫ് ഓഫ് ദ നീഗ്രോകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ കറുത്തവർഗക്കാരുടെ ജീവിതം is still sadly crippled, വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, അവരുടെ ലൈഫ്, അവരുടെ ജീവിതം ഇപ്പോഴും ബൈ ദ മാനക്കിൾസ്, ആ ബന്ധനത്തിൽ നിന്ന് മോചിതമായിട്ടില്ല. മാനക്കിൾസ് ഓഫ് സെഗ്രിഗേഷൻ, ആ മാറ്റി നിർത്തപ്പെടുന്ന ആ ബന്ധനത്തിൽ നിന്ന് ഇപ്പോഴും മോചിതമായിട്ടില്ല. മാനക്കിൾസ് എന്ന് പറഞ്ഞാല് ബന്ധനങ്ങൾ, സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് മാറ്റി നിർത്തുക. ആൻഡ് ദ ചെയിൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, അതും ഇതൊക്കെ ഒന്ന് തന്നെ. മാനക്കിൾസ് ഓഫ് സെഗ്രിഗേഷൻ എന്നുള്ളതും ചെയിൻസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതും ഏതാണ്ട് ഒരു അർത്ഥമൊക്കെ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് ഇപ്പോഴും മോചനം കിട്ടിയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ 100 years later, 100 കൊല്ലങ്ങൾക്ക് ശേഷം, the Negro lives on a lonely island of poverty. 100 years later, the Negro lives on a lonely island of poverty in the midst of the vast ocean of material prosperity. ഇതൊക്കെ വളരെ സാഹിത്യ വാക്കുകളാണ്. ഇതിന്റെ ഒന്നും ഈ നേരെ അർത്ഥം അല്ല
മാർട്ടിൻ ലൂതർ കിങ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് 100 years later, 100 കൊല്ലങ്ങൾക്ക് ശേഷം. അത് ശരിയാണ് അതിന്റെ അർത്ഥം. ദ നീഗ്രോ ലിവ്സ് ഓൺ എ ലോൺലി ഐലൻഡ്, ഒരു ഒറ്റപ്പെട്ട ഐലൻഡിലാണ്, ഒരു ദ്വീപിലാണ് നീഗ്രോകള് താമസിക്കുന്നത് എന്നാ പറയുന്നത്. ഇവിടെ ഒറ്റപ്പെട്ട ദ്വീപ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശം? ഓഫ് പോവർട്ടി, പട്ടിണി, പട്ടിണിയുടെ ഒരു ദ്വീപില് എന്ന് പറഞ്ഞാല് അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങളും വേണ്ടത്ര ജീവിക്കാനുള്ള വകകളും ഒന്നും കിട്ടുന്നില്ല. അവര് ഒരു വേറിട്ടുള്ള ഒരു ജനതയായിട്ട് ഒരു അയിത്തം കൽപ്പിച്ച് അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ശരിക്കുള്ള ഐലൻഡ് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ദ്വീപ് എന്നുള്ള അർത്ഥത്തിലല്ല. എവിടെ? ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ വാസ്റ്റ് ഓഷ്യൻ. ഇവിടെ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ സമുദ്രമാണ്. ഇവിടെ ആ സമുദ്രം എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ വാസ്റ്റ് ഓഷ്യൻ ഓഫ് മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, വളരെയധികം സമ്പത്തുള്ള, വളരെയധികം വിഭവങ്ങളുള്ള ഒരു കടലിന്റെ നടുവില്, വളരെയധികം വിഭവങ്ങളുള്ള ഒരു കടലിന്റെ, ഒരു സമുദ്രത്തിന്റെ നടുവില് പട്ടിണിയുടെ ഒരു ദ്വീപിലാണ്, ഒറ്റപ്പെട്ട ഒരു ദ്വീപിലാണ് നീഗ്രോകൾ ഇപ്പോഴും. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വളരെ സമ്പന്നമായ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തില് ഈ വർഗം, ഈ നീഗ്രോകള്, ഈ കറുത്ത വർഗക്കാര് ഇപ്പോഴും വളരെ പട്ടിണിയിലാണ് എന്നുള്ള അർത്ഥമാണ് അതിനുള്ളൂ കേട്ടോ. ഓക്കെ, വി ഹാവ് കം ഹിയർ, നമ്മളിവിടെ വന്നിട്ടുള്ളത് ടുഡേ, ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ടു ഡ്രമാറ്റൈസ് ആൻ അപ്പാലിംഗ് കണ്ടീഷൻ. അപ്പാലിംഗ് കണ്ടീഷൻ, അപ്പാലിംഗ് എന്ന് പറഞ്ഞാല് ഭയാനകമായ ഒരു അവസ്ഥ ഡ്രമാറ്റൈസ് ചെയ്യാനാണ്. എന്ന് പറഞ്ഞാല് അതിനെ ശരിക്ക് ഒരു വിഷ്വൽ രൂപത്തില് ജനങ്ങളെ കാണിക്കാനാണ് ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിഷ്വൽ രൂപത്തില്, അല്ലാതെ വെറും പറയുന്ന അതിലല്ല, ഒരു വിഷ്വൽ രൂപത്തില് എന്ന് പറഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് കാണിക്കാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വി ഹാവ് കം ഹിയർ ടുഡേ ടു ഡ്രമാറ്റൈസ് ആൻ അപ്പാലിംഗ് കണ്ടീഷൻ. വി ഹാവ് കം ടു ദിസ് ഹാലോഡ് സ്പോട്ട്. വി ഹാവ് കം ടു ദിസ് ഹാലോഡ് സ്പോട്ട്. ഈ ഹാലോഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധമായ ഈ സ്ഥലത്ത് നമ്മൾ വന്നിട്ടുള്ളത്. വി ഹാവ് കം, നമ്മൾ വന്നിട്ടുണ്ട് ടു ദിസ് ഹാലോഡ് സ്പോട്ട്, ഈ പരിശുദ്ധമായ ഈ സ്ഥലത്ത്. ടു റിമൈൻഡ്, ഓർമ്മിപ്പിക്കാൻ അമേരിക്കയെ ഓർമ്മിപ്പിക്കാൻ. ടു റിമൈൻഡ് അമേരിക്കയെ ഓർമ്മിപ്പിക്കാനാണ്. ഓഫ് ദ ഫിയേഴ്സ് അർജൻസി ഓഫ് നൗ, വളരെ അത്യാവശ്യമായ അർജൻസി, ആ അർജൻസിയെ ഓർമ്മിപ്പിക്കാനാണ്. വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഈ വിഷയം എന്ന് അമേരിക്കയെ ഓർമ്മിപ്പിക്കാനാണ്. ഈ ഹാലോഡ് സ്പോട്ട്, ഈ ഹാലോഡ് സ്പോട്ട് എന്നുള്ള പരിശുദ്ധമായ സ്ഥലം, ഈ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഇത് അബ്രഹാം ലിങ്കന്റെ ഒരു ഓർമ്മക്കായിട്ടുള്ള ഒരു മെമ്മോറിയൽ ബിൽഡിംഗ് ആണ്. ഇതില് അബ്രഹാം ലിങ്കന്റെ സ്റ്റാച്ചു, ഒരു പ്രതിമ ഉണ്ട്. ആ പ്രതിമയുടെ ഷാഡോയിലാണ് പിന്നെ മാർട്ടിൻ ലൂതർ കിങ് നിന്ന് പ്രസംഗിക്കുന്നത്. അതാണ് ഈ പരിശുദ്ധമായ സ്ഥലം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം. അപ്പൊ നൗ ഈസ് ദ ടൈം ടു മേക്ക് റിയൽ ദ പ്രോമിസസ് ഓഫ് ഡെമോക്രസി. അപ്പൊ നൗ, ഇപ്പോഴാണ് ഈസ് ദ ടൈം, ഇതാണ് സമയം ടു മേക്ക് റിയൽ, യാഥാർത്ഥ്യമാക്കുവാൻ ഉള്ള എന്ത്? ദ പ്രോമിസസ് ഓഫ് ഡെമോക്രസി, ഡെമോക്രസിയുടെ പ്രോമിസസ്, വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സമയമാണിത്. നൗ ഇപ്പോ ഈസ് ദ ടൈം ടു റൈസ് ഫ്രം ദ ഡാർക്ക് ആൻഡ് ഡിസൊലേറ്റ് വാലി ഓഫ് സെഗ്രിഗേഷൻ ടു ദ സൺലിറ്റ് പാത്ത് ഓഫ് റേഷ്യൽ ജസ്റ്റിസ്. നൗ ഇത് ഈസ് ദ ടൈം, ഇതാണ് ടൈം ടു റൈസ് ഫ്രം ദ ഡാർക്ക്, ഡാർക്കിൽ നിന്ന് ഉയരാൻ.
ആൻഡ് ഡിസൊലേറ്റ് വാലി ഓഫ് സെഗ്രിഗേഷൻ. ഡിസൊലേറ്റ് എന്ന് പറഞ്ഞാല് വിജനമായ താഴ്വര ഓഫ് സെഗ്രിഗേഷൻ. വേർതിരിവിന്റെ വിജനമായ ഈ താഴ്വരയാകുന്ന ഈ ഡാർക്ക്നെസ്സിൽ നിന്ന് ഉയർത്തുവാനാണ് അതിനുള്ള സമയമാണ് ഇത്. ടു ദ ആ താഴ്വരയിൽ നിന്ന് ടു ദ സൺലിറ്റ് എന്ന് പറഞ്ഞാല് പ്രകാശമുള്ള പാത്ത്, വഴി ഓഫ് റേഷ്യൽ ജസ്റ്റിസ്. റേഷ്യൽ എന്ന് പറഞ്ഞാല് വംശീയ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി. വംശീയ നീതിയുടെ ആ പ്രകാശപൂരിതമായ ആ പാതയിലേക്ക് നയിക്കാൻ വേണ്ടി. എവിടുന്ന്? ഫ്രം ദ ഡാർക്ക് ആൻഡ് ഡിസൊലേറ്റ് വാലി. ഇരുളടഞ്ഞതും ഡിസൊലേറ്റ് എന്ന് പറഞ്ഞ വിജനമായതുമായ താഴ്വരയിൽ നിന്ന്, എന്ന് പറഞ്ഞ വേർതിരിവിന്റെ ആ താഴ്വരയിൽ നിന്ന് ടു ദ സൺലിറ്റ് പാത്ത് ഓഫ് റേഷ്യൽ ജസ്റ്റിസ്, വംശീയമായ നീതിയുടെ പ്രകാശപൂരിതമായ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി. വളരെ സാഹിത്യ ആണ് ഇതൊക്കെ. പഠിച്ചാൽ എങ്ങനെ പഠിച്ച് കുട്ടികൾ ഇതിന്റെ അർത്ഥമൊക്കെ പഠിച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷിലൊക്കെ നല്ല കഴിവുണ്ടാവും എന്നതിലൊരു സംശയമില്ല. അപ്പൊ എല്ലാവരും പഠിക്കണം. ഇനി അടുത്തത് എന്താ? ഐ ഹാവ് എ ഡ്രീം ടുഡേ. ഇന്നെനിക്ക് ഒരു സ്വപ്നമുണ്ട്. ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ. അപ്പോ മാർട്ടിൻ ലൂതർ കിങ് സ്വപ്നം കാണുകയാണ് എന്ത്? ഐ ഹാവ് എ ഡ്രീം ദാറ്റ് വൺ ഡേ, ഒരു ദിവസം, എവരി വാലി ഷാൽ ബി എക്സാൾട്ടഡ്. എവരി വാലി. അപ്പൊ വാലി എന്ന് പറഞ്ഞാല് സാധാരണ മൗണ്ടൻ വാലി എന്നൊക്കെ പറഞ്ഞാല്, താഴ്വര എന്ന് പറഞ്ഞാല് താഴ്ന്ന് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോ ഈ എക്സാൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത് ഉയർത്തപ്പെടും. അപ്പൊ ഇവരിപ്പോ ഒരു വാലിയിലാണ്, ഒരു ഡാർക്ക് വാലിയിലാണ് ഇപ്പൊ ഇവര് ജീവിക്കുന്നത്. അപ്പൊ ആ വാലി വൺ ഡേ, ഒരു ദിവസം ഉയർത്തപ്പെടും എന്നാ പറഞ്ഞത്. ആൻഡ് എവരി ഹിൽ ആൻഡ് മൗണ്ടൻ ഷാൽ ബി മേഡ് ലോ. അപ്പോ വളരെ ഉയർന്നു നിൽക്കുന്ന ഹില്ലും മൗണ്ടനും ഒക്കെ ഷാൽ ബി മേഡ് ലോ എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇതിന്റെ ഒരു മെറ്റഫർ, ഒരു അർത്ഥം നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്ന് താഴ്ന്നു കിടക്കുന്ന ജനങ്ങളൊക്കെ ഒരു ദിവസം അവർ ഉയർന്നു വരും. ഇപ്പോ വളരെ ഉയർച്ചയില് ജീവിക്കുന്ന ജനങ്ങളൊക്കെ നാളെ താഴ്ന്ന് വരും എന്നുള്ളൊരു മീനിങ് ആണ് ഇപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ആ ഡ്രീം, ആ സ്വപ്നമാണ് ഇദ്ദേഹം കാണുന്നത്. അപ്പൊ ഒരു ദിവസം ഈ കറുത്ത വർഗക്കാരൊക്കെ വളരെ ഉയർന്ന നിലയിലാകും. അപ്പോ ഇന്ന് ഇവരെ ഈ മാറ്റി നിർത്തുന്ന ജനങ്ങളൊക്കെ ഒരു പക്ഷേ താഴ്ന്നു പോകാം. ആൻഡ് ദ ക്രൂക്ഡ് പ്ലേസസ് വിൽ ബി മേഡ് സ്ട്രൈറ്റ്. ക്രൂക്ഡ് പ്ലേസസ് എന്ന് പറഞ്ഞാല് ഒക്കെ അങ്ങനെ ചുറ്റുപളഞ്ഞു കിടക്കുന്ന വഴി, ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ സ്ട്രൈറ്റ് ആവും, വളരെ നേരെയുള്ള സ്ഥലങ്ങളാവും. ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി റിവീൽഡ് ആൻഡ് ഓൾ ഫ്ലഷ് ഷാൽ സീ ടുഗദർ. ഇതൊരു ബൈബിൾ വാക്യാണ്. ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി റിവീൽഡ് ആൻഡ് ഓൾ ഫ്ലഷ് ഷാൽ സീ ഇറ്റ് ടുഗദർ. ഇത് ഈ പറഞ്ഞത് ഒരു ബൈബിൾ വാക്യാണ്. അത് ബൈബിളിലെ ക്രിസ്ത്യൻ, അപ്പോ അച്ഛനാണല്ലോ ഇപ്പൊ ഈ മാർട്ടിൻ ലൂതർ കിങ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹം ഒരു ബൈബിൾ വാക്യം ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ബൈബിൾ വാക്യത്തിന്റെ അത് ഐസയ എന്ന് പറഞ്ഞ ആ ബുക്കിലെ, ബൈബിളിൽ കുറെ ബുക്കുകളുണ്ട്, 60-65 ബുക്കുകളാണെന്ന് തോന്നുന്നു. അതിലെ ഒരു ബുക്കായ ഐസയ എന്ന് പറഞ്ഞ ഒരു ബുക്കിലെ 40-5 അധ്യായത്തിലെ 5-ാം വാക്യാണ് ഇത്. And the glory of the Lord shall be revealed and all flesh shall see it together. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോ
എന്ന് പറഞ്ഞാൽ is a biblical quotation from Isaiah, and King uses it to express a vision of divine justice and universal unity. അപ്പൊ ഗ്ലോറി ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം. ഗ്ലോറി ഓഫ് ദ ആൻഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഷാൽ ബി റിവീൽഡ് എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. സാന്നിധ്യം, പ്രസൻസ് ആൻഡ് പവർ, സാന്നിധ്യം ഉണ്ടാകും. പിന്നെ ഷാൽ ബി റിവീൽഡ് എന്ന് പറഞ്ഞാൽ എ ഫ്യൂച്ചർ മൊമെന്റ് വെൻ ട്രൂത്ത്, ജസ്റ്റിസ് ആൻഡ് ഡിവൈൻ ഗുഡ്നസ് വിൽ ബി സീൻ. അപ്പോ ദൈവത്തിന്റെ ആ സാന്നിധ്യം ഉണ്ടാകുന്നതിനോടുകൂടി ആ നീതിയും എല്ലാം, ഡിവൈൻ ഗുഡ്നസ് ആൻഡ് ട്രൂത്ത്, സത്യം, അങ്ങനെ ജസ്റ്റിസ്, നീതി ആൻഡ് ഡിവൈൻ ഗുഡ്നസ് വിൽ ബി സീൻ, അതൊക്കെ വെളിവാകും എന്നാണ് പറയുന്നത്. പിന്നെ ഓൾ ഫ്ലഷ് ഷാൽ സീ ഇറ്റ് ടുഗദർ എന്ന് പറഞ്ഞാല്, ഓൾ ഫ്ലഷ് എന്ന് പറഞ്ഞാല് എല്ലാ മാംസവും, ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മാംസാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ അർത്ഥം നോക്കുക? ഓൾ ഫ്ലഷ് ഷാൽ സീ ഇറ്റ് ടുഗദർ എന്ന് പറഞ്ഞാല് ഇൻക്ലൂഷൻ ആൻഡ് യൂണിറ്റി ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇൻക്ലൂഷൻ ആൻഡ് യൂണിറ്റി എന്ന് പറഞ്ഞാല് എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഒത്തൊരുമ, അതാണ് ഓൾ ഫ്ലഷ് ഷാൽ സീ ഇറ്റ് ടുഗദർ എന്ന് പറഞ്ഞത്. നോട്ട് ജസ്റ്റ് വൺ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് മാത്രമല്ല, പിന്നെ ബട്ട് ഓൾ ഹ്യൂമാനിറ്റി വിൽ വിറ്റ്നസ് ദിസ് റെവല്യൂഷൻ. എല്ലാ മനുഷ്യരും, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇതിന് വിറ്റ്നസ്, സാക്ഷികളാകും. ഈ പറഞ്ഞ ഈ റെവല്യൂഷന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും സാക്ഷികളാകും. അതാണ് ഓൾ ഫ്ലഷ് ഷാൽ സീ ഇറ്റ് ടുഗദർ എന്ന് പറഞ്ഞത്. ദിസ് ഈസ് അവർ ഹോപ്പ്, ഇത് നമ്മുടെ ഹോപ്പാണ്, നമ്മുടെ ആശയാണ്. ആൻഡ് ദിസ് ഈസ് ദ ഫെയ്ത്ത്, ഇതാണ് വിശ്വാസം. ദാറ്റ് ഐ ഗോ ബാക്ക് ടു ദ സൗത്ത് വിത്ത്, ഈ വിശ്വാസവും ഈ ഹോപ്പുമായിട്ടാണ് ഞാൻ എൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകുന്നത്. ഗോ ടു ദ സൗത്ത്. സൗത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ തെക്കേ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ നേറ്റീവ് പ്ലേസ്. ജോർജിയ, അറ്റ്ലന്റ ജോർജിയ എന്നൊക്കെ പറഞ്ഞ ആ സംസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ നേറ്റീവ് പ്ലേസ്. അപ്പൊ അവിടേക്ക് ഈ ഹോപ്പായിട്ടാണ്, ഈ ആശയും ഈ വിശ്വാസവും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. പോകുന്നത്. ഇതിൽ വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഇത് ഒരു ദിവസം അദ്ദേഹം മടങ്ങി വരും. ഐ വിൽ റിട്ടേൺ ടു ദ പ്ലേസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ഇൻജസ്റ്റിസ്. അനീതിയും ആ അനീതിക്കെതിരായിട്ടുള്ള ആ സമരവും എവിടെയുണ്ടോ അവിടേക്ക് അദ്ദേഹം മടങ്ങി വരും എന്നുള്ളൊരു ആംഡ് വിത്ത് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്. ആംഡ് എന്ന് പറഞ്ഞാല് ആയുധധാരിയായിട്ട്. ആയുധധാരി എന്ന് പറഞ്ഞാല് ആയുധമല്ല, ഇത് മഹാത്മാഗാന്ധിയുടെ ആ വഴിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ആയുധം എന്ന് പറഞ്ഞാല് ഇവിടെ എന്താ അർത്ഥാക്കുന്നത്? ഹോപ്പ് ആൻഡ് ഫെയ്ത്ത് ആണ്. എന്ന് പറഞ്ഞാൽ ആശയും വിശ്വാസവും ഒക്കെ അത് ആയിട്ട് അദ്ദേഹം എവിടെ സമരം ചെയ്യാന് അദ്ദേഹം മടങ്ങി വരും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ അതാണ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗം. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും +2 ഇംഗ്ലീഷ് വീഡിയോ ഇടും. അപ്പൊ എല്ലാവരും പഠിക്കുക. ഓക്കെ.